ഹലോ എവരിവൺ, ദിസ് ഇസ് ഡോക്ടർ ജോർജി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ ഒപ്പിൽ വരികയുണ്ടായി. അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴാണ് നമ്മുടെ ഡിഫൻസിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്തമായ സല്യൂട്ടുകളാണ് ഫോളോ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലായത്. ആർമി പേഴ്സണൊക്കെ ഓപ്പൺ പാം സല്യൂട്ടുകൾ ഫോളോ ചെയ്യുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് അപ്പർ ഇംഗ്ലാൻഡ് ആയിട്ടുള്ള സല്യൂട്ടുകളാണ് ഫോളോ ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ നേവി ആകട്ടെ പാം ലോവർ തലത്തിലേക്കുള്ള ലോവർ പാം സല്യൂട്ടുകൾ ഫോളോ ചെയ്യുന്നു. ഇത്തരം വ്യത്യസ്തമായ ഒരു അറിവ് ലഭിച്ചപ്പോഴാണ് മെഡിക്കൽ രംഗത്തും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സല്യൂട്ടുകളുണ്ട് എന്ന് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാൻ തോന്നിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തുടരെ അപ്പർ ഓർ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്ന ചില കുട്ടികൾ അവരുടെ മൂക്ക് തിരുമുന്നത് ഒരു പ്രത്യേക ആക്ഷനിലൂടെയായിരിക്കും. ആ ആക്ഷൻ ഇങ്ങനെയാണ്, മൂക്ക് തിരുമുന്നത് ഇങ്ങനെ ഉള്ള ആക്ഷനായിരിക്കും. ഇത്തരമുള്ള പ്രത്യേക ആക്ഷൻ്റെ പേരാണ് അലർജിക് സല്യൂട്ട്. ഇത്തരം അലർജിക് സല്യൂട്ടുകൾ അല്ലെങ്കിൽ മൂക്ക് തിരുമലുകൾ കാരണം കുട്ടിയുടെ മൂക്കിൻ്റെ മുകളിലായി ഒരു അലർജിക് ക്രീസ്, ഒരു വര ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ കണ്ണിന് താഴെയുള്ള തടിപ്പുകൾ, കുരുക്കൾ, അലർജിക് ഷൈനേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഇത്തരം സല്യൂട്ടുകൾ മാതാപിതാക്കൾക്കുള്ള ഒരു ഹിൻ്റാണ്. എനിക്ക് അലർജി ഉണ്ട് എന്നും ഇനി വരാൻ പോകുന്ന അധ്യയന കാലഘട്ടത്തിൽ ഇത്തരം അലർജികൾ എനിക്ക് തുടരെ ഇൻഫെക്ഷനുകൾക്ക് സാധ്യതയുണ്ട് എന്നും അത്തരം ഇൻഫെക്ഷനുകൾ എൻ്റെ പഠനത്തെ ബാധിക്കാമെന്നും പലപ്പോഴും എനിക്ക് അവധി എടുക്കേണ്ട വന്നേക്കാമെന്നും നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. സോ ദിസ് ഈസ് ദ ഐഡിയൽ ടൈം ടു സ്റ്റാർട്ട് ട്രീറ്റ്മെൻറ്റ് ഫോർ അലർജി. അടുത്ത തവണ ഒരു അലർജിക് സല്യൂട്ട് കാണുമ്പോൾ നിങ്ങൾ മടക്കി കൊടുക്കേണ്ട, പകരം അലർജിക്കുള്ള ചികിത്സകൾ ആരംഭിക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കി കുട്ടിക്ക് പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് അവൻ്റെ അടുത്ത വർഷത്തെ ആബ്സെൻറ്റുകൾ കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.